ഒരു ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ? നമ്മൾ അത് എഴുതിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടറിനകത്ത്, അതെ കമ്പ്യൂട്ടറായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിപ്പ് ഇല്ല, ആ കമ്പ്യൂട്ടർ. അപ്പൊ അതുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനും ആ ലാംഗ്വേജ് അറിയണം, നമുക്കും ആ ലാംഗ്വേജ് അറിയാം. നമുക്കതറിയാം. പക്ഷെ ചിപ്പിന് അറിയുന്ന ലാംഗ്വേജ് എന്താ? അതാണ് ബൈനറി ലാംഗ്വേജ് അല്ലേ? ബൈനറി ലാംഗ്വേജ് എന്തിനറിയില്ല? ആ ചിപ്പിന്, സോറി നമുക്കറിയില്ല, ചിപ്പിന് അറിയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ Node.js എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ Node.js എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യും? ബൈനറി ആക്കിയിട്ട് ആരെ കൊണ്ട് ചെയ്യും? ആരെ കൊണ്ട് ചെയ്യും? നമ്മുടെ ചിപ്പിനെ കൊണ്ട്, കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ Node.js ഉപയോഗിക്കുന്നത്. അപ്പൊ Node.js ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഒക്കെയാണല്ലോ. അത് ഒന്നാമത്തെ കാര്യം, അത് എക്സിക്യൂട്ട് ചെയ്യും, ഈ പറഞ്ഞ സാധനം കൺവേർട്ട് ചെയ്ത് ബൈനറി ആക്കി മാറ്റും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരുപാട് എക്സ്ട്രാ പാക്കേജുകളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി പാക്കേജുകൾ ഉപയോഗിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ട് കുറെ പാക്കേജുകളുണ്ട്. ഒക്കെയാണല്ലോ. ഈ ഇൻബിൽട്ട് ആയിട്ടുള്ള പാക്കേജുകളൊക്കെ ഇപ്പം എന്താ FS മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് കുറെ പാക്കേജ് ഉണ്ട്. ഈ പാക്കേജുകളൊക്കെ നോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വരും. അതായത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇത് പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മൾ റൺ ടൈം എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ അടുത്ത വായിച്ചു നോക്കിയേ. സമയത്ത് നമ്മൾ വായിച്ചാൽ വേണം. നമ്മൾ ആദ്യം ജാസ്മിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെബിനകത്ത് നമുക്ക് വെബ്സൈറ്റ് റൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു മനസ്സിലായി. ആ സമയത്ത് വെബിനകത്ത് മാത്രമേ റൺ ചെയ്യായിരുന്നു. അത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്താൽ ബ്രൗസറിനകത്ത് എക്സിക്യൂട്ട് ആവും. ബ്രൗസറിന് പുറത്തേക്ക് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ആവില്ല. ഒക്കെയാണല്ലോ. പിന്നീട് എന്ത് ചെയ്ത്, പിന്നീട് ഇതേപോലെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഈ ബ്രൗസറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിനെ എടുത്ത് അത് ഓപ്പൺ സോഴ്സ് ആയിരുന്നു. അതിന് പറഞ്ഞാൽ അതിന് ഇപ്പം നമ്മുടെ ക്രോം ആണെങ്കിൽ VL എഞ്ചിൻ, ആ സമയത്ത് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോസില്ലയിലായിരുന്നു. മോസില്ല ഫയർഫോക്സ് അതിനകത്തുള്ള സാധനമായിരുന്നു, അതിനകത്തുള്ള സ്പൈഡർമങ്കി എന്നാണ് അതിന് പേര്. അപ്പൊ അത് ആ പ്രോഗ്രാം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കോഡ് സെറ്റ് ചെയ്തിട്ടാണ് അവർ Node.js എടുക്കുന്നത്. Node.js വന്നപ്പോഴത്തേക്ക് Node.js നമുക്ക് വെറുതെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ജാസ്പ്രിപ്റ്റ് കോഡ് റൺ ചെയ്യാനായി. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മുടെ ഈ Node.js ബിൽഡ് ചെയ്തേക്കുന്നത് ക്രോമിന്റെ V8 എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ്. ഓക്കെ, ക്രോമിന്റെ ആണ് V8 എഞ്ചിൻ. V8 എന്ന് പറയുന്നത് ക്രോമിനകത്ത് ജാസ്പ്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് V8 എഞ്ചിൻ. അത് എടുത്ത് വെച്ചിട്ടാണ് എന്ത് ബിൽഡ് ചെയ്തേക്കുന്നത്? നമ്മുടെ ഈ ഒരു Node.js ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് ആർക്ക് വേണമെങ്കിലും അതിന്റെ കോഡ് എഡിറ്റ് ചെയ്യാം, കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് കോപ്പി എഡിറ്റ് ചെയ്യാം, നമുക്ക് എന്ത് വേണം ചെയ്യാം. അപ്പം ഇവർ അതിന്റെ കോപ്പി എടുത്തിട്ട് ആ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തു? Node.js പറഞ്ഞ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ Node.js പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം? ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് ബ്രൗസറിന്റെ ആവശ്യമില്ല, ബ്രൗസറിന്റെ എക്സിക്യൂട്ട് ചെയ്യാനായി. ഓക്കെ ആണല്ലോ. പിന്നെ പറയുന്നത് നോക്കി, ആൻഡ് യൂസസ് ആൻഡ് ഇവന്റ് ഡ്രിവൺ നോൺ ബ്ലോക്കിംഗ് IO മോഡൽ ദാറ്റ് മേക്സ് ഇറ്റ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് എഫിഷ്യന്റ്. ഇപ്പോൾ നോൺ ബ്ലോക്കിംഗ്, ഓക്കെ, അപ്പോൾ നമ്മൾ അസിൻക്രണസ് കോഡ് പഠിച്ചാൽ വേണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു കോഡ് എക്സിക്യൂഷൻ ബ്ലോക്ക് ചെയ്യില്ല ഇല്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ടൈം എടുക്കുന്ന കോഡ് എന്ത് ചെയ്യും? അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ലിബ് API എന്നൊക്കെ പറഞ്ഞായിരുന്നു, അതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറെ ആർക്കിടെക്ചർ ഉണ്ട് ഇതിനകത്ത്, കുറെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ Node.js is commonly used for developing server side applications but can also be used for developing desktop mobile applications. നമുക്ക് ഇതെല്ലാം ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ എന്താ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനെല്ലാം വേറെ പാക്കേജുകളുണ്ട്. ഓക്കെ ആണല്ലോ. വായിച്ചു നോക്കിയേ. ഒറ്റ ലാംഗ്വേജ് പഠിച്ചാൽ മതി, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ആരാ? നമ്മുടെ ബ്രൗസറിലുള്ള ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എഞ്ചിൻ ആയിരിക്കും, ഒരു പ്രോഗ്രാം ആയിരിക്കും. ബാക്ക് എൻഡിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? നോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഫീച്ചർ എന്താ? എസിൻക്രണസ് ആൻഡ് നോൺ ബ്ലോക്കിംഗ്. നമ്മൾ പഠിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ കുറച്ച് നോക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് കൺകറന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ റിക്വസ്റ്റ്, സെയിം ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അതിന്റെ കാര്യം എന്താ? എല്ലാം ഇപ്പം ടൈം എടുക്കുന്ന കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ പാരലായിട്ട് ലിബ് API ഇട്ട് ഇപ്പോൾ 10 വന്നാൽ 10 പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായി? അതായത് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്തത് ഇപ്പം 10 വന്നാൽ 10 പാരലായിട്ട് എക്സിക്യൂട്ട് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പെർഫോമൻസ് വളരെയധികം ഹൈ ആണ്. ഓക്കെ ആണല്ലോ. അതാണ് അസിൻക്രണസ്. അടുത്താണ് NPM. ഇതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയ മൾട്ടി ത്രെഡ് ആണ് സംഭവം. അത് പക്ഷേ ജാവാസ്ക്രിപ്റ്റിനകത്ത് മൾട്ടി ത്രെഡിങ് അല്ല. ഇത് നമ്മൾ ഒരു പാസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതേ കൺസെപ്റ്റ് ആണ്. അതായത് മൾട്ടി ത്രെഡ് എന്ന് പറഞ്ഞാൽ അതായത് കൺകറന്റ്ലി കുറെ കാര്യം ചെയ്യുന്നതിന് പല ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇപ്പോൾ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് പല ജാവാസ്ക്രിപ്റ്റും ക്രിയേറ്റ് ആവും പ്രോഗ്രാം, എന്നിട്ട് അത് കൂടി എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നോഡിന് തന്നെ പല നോഡ് ക്രിയേറ്റ് ആയിട്ട് നോഡ് എക്സിക്യൂട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് പകരം ലിബ്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ ലിബ്യൂ എന്താണെന്ന് വെച്ചാൽ സി വെച്ച് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, അതും നമ്മുടെ നോഡിനകത്തുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതുപോലത്തെ ഇപ്പം 1 2 അല്ലെങ്കിൽ 2 കൂടുതൽ അല്ലെങ്കിൽ 1 കൂടുതൽ ഒന്നായിക്കോട്ടെ. ഇപ്പം നമുക്കിപ്പോൾ കൂടുതൽ ടൈം എടുക്കുന്ന എസിൻക്രണസ് കോഡ് വരുവാണെങ്കിൽ ഇതിനെ ലിബ്യൂലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് സിക്കകത്ത് മൾട്ടി ത്രെഡിംഗ് ആണ് നടക്കുക, ജാവാസ്ക്രിപ്റ്റ് എല്ലാം നടക്കുക. ഇത് പാസ് ചെയ്യുന്ന അവിടെ എക്സിക്യൂട്ട് ചെയ്യും. എന്നും അതിന്റെ റിസൾട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഈ ഒരു മെക്കാനിസം കുറച്ച് കാണാൻ പറ്റും. മൾട്ടി ത്രെഡ് പോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ കൺകറൻസി. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല, അതിന് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ജാവാസ്ക്രിപ്റ്റ് പാസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് വെയിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അത് എന്ത് എക്സിക്യൂട്ട് ആയിട്ട് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ബാക്കി സംഭവിക്കും. ജാവാസ്ക്രിപ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അവിടെ ഉള്ള കോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശേഷം വെയിറ്റ് ചെയ്യുള്ളൂ. അവിടെ എത്ര ലൈൻ പോകേണ്ട ഒന്നും ബ്ലോക്ക് ആവില്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ടൈം എടുക്കുന്ന സംഭവം വെച്ചാൽ ഒരു കോഡ് വന്നു വെച്ചാൽ 10 സെക്കൻഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആയി, ലൈൻ ആണല്ലോ, സെക്കൻഡ് ലൈൻ വന്നു, തേർഡ് ലൈൻ വരുന്ന സമയത്ത്
അതാണ് 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കില്ല. നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കും 10 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇവിടെ അത് സംഭവിക്കില്ല. അതിന് ഇതിനെടുത്ത് ലിബിയിൽ ഇടും, എന്നിട്ട് ഇത് ബാക്കി എക്സിക്യൂട്ട് ചെയ്തു. അതിന് താഴെ പിന്നെ വേറെ വന്നാൽ അതിനെടുത്ത് ലിബിയിൽ ഇടും, താഴെ. അപ്പൊ ആ സമയത്ത് ഇത് എക്സിക്യൂട്ട് ആവായിരിക്കും എല്ലാം പാരലായിട്ടാണ് എക്സിക്യൂട്ട് ആവും. കാര്യം അത് ജാസ്തിപ്പ് അല്ല അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫാസ്റ്റ്. കാര്യം ഇപ്പൊ നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒട്ടും എന്തില്ല, സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല. 50 MB ഇത്രേ ഉള്ളൂ ഇല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ സ്റ്റോർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഫാസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ വേണം പെട്ടെന്ന് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്യാം ഇല്ലേ? പിന്നെ അടുത്താണ് ലാർജ് NPM എന്ന് പറയുന്നില്ല. അപ്പം NPM എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏത് ലോജിക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാക്കേജിംഗ് കാണും. കാര്യം ലക്ഷക്കണക്കിന് പാക്കേജുകളാണ് നമ്മുടെ NPM ലിസ്റ്റുള്ളത്. ഒരുപാട് പാക്കേജ് ഉണ്ട്. നമുക്ക് എന്താ ഇമേജ് അപ്ലോഡ് ചെയ്യണം, പാക്കേജ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താൽ കുറെ പാക്കേജ് ഉപയോഗിച്ചില്ല, യൂണിക് ഐഡി വേണം, പാക്കേജ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏത് ഐഡിയ ആയിക്കോട്ടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ആവശ്യമില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ അടുത്തൊരു ഫാക്ടർ ഈ ഒരു ഫാക്ടറും അതുപോലെ ഈ ഒരു ഫാക്ടറാണ് വേണ്ടി കമ്പനികൾ നോക്കാം. അവർക്ക് ഒരു പ്രൊജക്ട് വന്നാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം ഇല്ലേ, ഏറ്റവും എളുപ്പം ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നോക്കുന്ന കാര്യമാണ് ഒന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജുകളുണ്ട്. ഇപ്പോൾ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട് റെസ്റ്റ്. അതിനൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ അതിനൊന്നും അത്ര സപ്പോർട്ട് ഇല്ല. അതായത് ആയി വരുന്നത് ഏറ്റവും ബെറ്റർ ലാംഗ്വേജ് ആയി വരുന്നുള്ളൂ. പിന്നെ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ പഠിച്ചെടുക്കാൻ വരുന്നതേ അത് ഭയങ്കര കൂടുതലായി. പക്ഷേ ഇതിന് അത് വളരെ കുറവാണ്. അതിന്റെ പ്രധാന കാര്യം വെച്ചാൽ ലാർജ് കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്. അപ്പം നമുക്ക് നോട്ട് ജസ്റ്റ് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ കയറി നോട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് സോഴ്സ് കിട്ടും. കാര്യം ഒരുപാട് ആൾക്കാർ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താ, അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ അവർ കണ്ടന്റ് എഴുതും ഇല്ലേ, ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. കേരളം അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാർജ് കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്. ഒരുപാട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഇതുപോലെ സോഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പഠിക്കാം. കേരളം ഇത് വായിച്ചു നോക്കിയേ, ഞാനിത് ഗ്രൂപ്പ് ഇടാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ അസിംഗ്നസ് പറഞ്ഞിട്ടുണ്ട്. അസിംഗ്നസ് ഓപ്പറേഷൻസ് ആർ ഇനിഷ്യേറ്റഡ് ആൻഡ് ദെൻ ദി പ്രോഗ്രാം കണ്ടിന്യൂസ് ടു എക്സിക്യൂട്ട് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദി ഓപ്പറേഷൻ ടു കംപ്ലീറ്റ് ഇല്ലേ. ഓൾവേസ് ഈസ് പ്രൊവൈഡ് ടു ഹാൻഡിൽ ഇതൊക്കെ പറയാം. അപ്പം ഇത് പറഞ്ഞ അസിംഗ്നസ് കോഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്ക് രണ്ട് ചെയ്യാം. ഒന്ന് പ്രോമിസ് മെത്തേഡ്, അവിടെ നമ്മൾ കോൾ ഫംഗ്ഷൻ ആഡ് ചെയ്യും. അതായത് ഇതിന് അത് ഫംഗ്ഷൻ പാസ് ചെയ്യും. അപ്പോൾ എന്ത് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഇത് കോളാവും ഇല്ലേ. പിന്നെ വേറെ ഏത് രീതിയായിരുന്നു, അത് പ്രോമിസ് മെത്തേഡ്. ഒരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പഠിച്ചില്ലേ, അസിൻ വെയിറ്റ് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചില്ലേ. അസിൻ വെയിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഇത് പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. കോൾ ബാക്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് കോൾ ബാക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് അപ്പോൾ ഇത് ടേംസ് എല്ലാം ഓർത്തിരിക്കുക. പിന്നെ അടുത്താണ് ഇവന്റ് ഡ്രിവൺ. നമ്മൾ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു പോകണം. നമ്മൾ ഓരോ ഡീറ്റെയിൽ പഠിക്കുന്നത് വായിച്ചു നോക്കിയത്. Event-driven program is a programming paradigm that focus on the flow of events or actions that occurs within a program. This paradigm the program response events that occurs are unexpected. ഇപ്പോൾ ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന രീതിയാണ്. എനിക്കല്ലോ അതായത് ഉള്ളൂ. നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്നത് സംഭവിക്കാം, ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ തീരുന്ന അപ്പം സംഭവിക്കും, കിട്ടി കഴിഞ്ഞു ഇല്ലേ, ക്ലോസ് ആയി ഇല്ലേ. ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിയാക്ട് ആവശ്യം. റിയാക്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ സംഭവിക്കുക അതിങ്ങനെ ഇതുപോലെ ചെയ്ത് പോയിട്ട് എക്സിറ്റ് ചെയ്യണം ചെയ്യാം. അല്ല പകരം ഇത് ഇതിങ്ങനെ റൺ ആയി കിടക്കും. പ്രോഗ്രാം ലൈവ് ആയി അത് എക്സിറ്റ് ആവില്ല. എന്നിട്ട് എപ്പോഴാണ് ഇത് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാമത്തിലുള്ള ഒരു എക്സിക്യൂഷൻ നടക്കുക, യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ. യൂസർ എന്തെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ നടക്കും. പേജ് ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ലോഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ യു കാണാൻ പറ്റും. പിന്നെ നമ്മൾ നമ്മുടെ യൂസർ ഇന്ററാക്ഷൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുക. അപ്പം അവിടെ എന്തെങ്കിലും സംഭവം നമ്മൾ എഴുതുന്ന കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇവന്റ് ആകണം. ഇയാളോ അപ്പം ഇങ്ങനെ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം പറഞ്ഞാൽ ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ ഇവന്റ് എന്ന് പറയുമ്പോൾ യൂസർ ഇവന്റ് ആവാം, വേറെ എന്തെങ്കിലും പല ഇവന്റ്സ്. ഇപ്പോൾ യൂസർ ഇന്ററാക്ഷൻ ഇവന്റ്സ് ക്ലിക്ക് ചെയ്യുന്ന ഇവന്റ് ആണ്, ക്ലിക്ക് ഇവന്റ് ഇല്ലേ, ടൈപ്പ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പേജ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അപ്പോൾ അങ്ങനെ എന്ത് ഇവന്റ്സ് ആവാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഇവന്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതൽ എഴുതാൻ ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാംസ് ആയിരിക്കും. നമ്മൾ ബാക്ക് എൻഡ് സെർവർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാതെ അവിടെ കിടന്ന് റണ്ണായിക്കൊണ്ടിരിക്കുക, എക്സിറ്റ് ആവില്ല. പിന്നെ യൂസർ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും യൂസർ ഇവിടുന്ന് അതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് എക്സിക്യൂട്ട് ആവുക. അതല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫുൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നു എക്സിറ്റ് ആവുന്നുള്ള പരിപാടിയില്ല. ഓക്കെ. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാംസ്, ഒരു ഇവന്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഓക്കെ. അപ്പം നിങ്ങളോട് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഇത് റൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് നോഡിലുണ്ട്. ഓക്കെ. നമ്മൾ അത് റൺ ചെയ്തിട്ടാൽ മതി. അല്ല നമ്മൾ അത് റൺ ചെയ്തിട്ട് എക്സിറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോജിക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എക്സിറ്റ് ആവാത്ത പ്രോഗ്രാംസ് നമുക്ക് നോഡ് തരും, നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിനുള്ള ലോജിക് നമ്മൾ എഴുതിയാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ ഇവന്റ് അനുസരിച്ച് വർക്ക് ആയിക്കോളും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഓക്കെ. വായിച്ചേക്കേ. Event is a signal that something has happened. It can be triggered by a specific action or a change in state. ഒന്നാമത്തെ കോഡ് എന്താ, ഒരു കൺസോൾ ഡോട്ട് ലോഗ് ആണ്. നോർമലി എന്ത് ചെയ്യാൻ വേണ്ടി കൺസോൾ ചെയ്യാൻ വേണ്ടിയുള്ളത്
രണ്ടാമത്തെ കോഡ് എന്ന് പറയുന്നത് അതെന്താണ് നിങ്ങൾക്ക് നോക്കണം, അത് ഡേറ്റാബേസിന് ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ് ആക്ച്വലി. അത് SQL അറിയാവുന്ന കോഡ് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഈ കോഡ് എസിംഗണസ് കോഡ് അത്രേ ഉള്ളൂ, അതിന് വേറെ പ്രാധാന്യമില്ല. അത് എസിംഗണസ് കോഡാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. എസിംഗണസ് കോഡ്. മൂന്നാമത്തെ കോഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാം, കൺസോൾ. ഒന്നാമത്തെ സാധാരണ കൺസോൾ, മൂന്നാമത്തെ കൺസോൾ അടുക്ക് കിടക്കുന്ന കോഡ് എസിംഗണസ് കോഡാണ്. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അതായത് ഈ എസിംഗണസ് കോഡ് എക്സിക്യൂട്ട് ആയി റിസൾട്ട് വന്നാൽ ഈ ഫംഗ്ഷൻ കോളാവും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്ന ആലോചിക്കാം. ഇതാണ് എസിംഗണസ് കോഡ്. സ്ക്രീൻ നോക്കാം, ഇതാണ് എസിംഗണസ് കോഡ്. ഈ കോഡ് എക്സിക്യൂട്ട് ആയിട്ട് റിസൾട്ട് വന്നാൽ ഈ ഫംഗ്ഷൻ കോളാവും. ഓക്കെ ആണല്ലോ. നമ്മൾ മറ്റേ പ്രോമിസ് മറ്റേ അതിനകത്ത് ഡോട്ട് തന്നെ എഴുതുന്ന പോലെ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് 3 കോഡ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ആവാൻ നോക്കാം. ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ നോഡിന്റെ ആർക്കിടെക്ചർ. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് V8 engine, അതിനോടനുബന്ധിച്ച് ഒരു സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാക്ക് എന്ന് പറയുന്നത് മെമ്മറി, സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ അറേ പോലെ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അതാണ് കറക്റ്റ്. ഓക്കെ, ഇപ്പൊ അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ അല്ലേ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, സിംഗിൾ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ അറേഞ്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് ഗുണം നമുക്ക് പെട്ടെന്ന് എടുക്കാം, ആക്സസ് ചെയ്യാം ഇല്ലേ? നമുക്ക് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ബുക്ക് അടിക്കുന്ന ആലോചിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ബുക്ക് ഇങ്ങനെ അടിക്കടിക്ക് വെക്കാൻ വെച്ചാൽ അപ്പം അടിയിലത്തെ ബുക്ക് നമുക്ക് ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല വെച്ചാൽ, അപ്പൊ നമുക്ക് 4 ബുക്ക് എടുക്കണം. എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പ് ചെയ്യുന്ന ബുക്ക് മാറ്റണം, രണ്ടാമത്തെ മാറ്റണം, മൂന്നാമത്തെ മാറ്റണം, നാലാമത്തെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാക്കിൽ വെച്ചാൽ സ്റ്റാക്കിലേക്ക് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാം. ഞാനിപ്പം കുറെ ഡേറ്റ ആഡ് ചെയ്യുന്ന വെച്ചാൽ എന്നിട്ട് എനിക്ക് ഇടയ്ക്ക് ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആഡ് ഡേറ്റ മാത്രമേ ആദ്യം എടുക്കാൻ പറ്റുള്ളൂ. അതെടുത്ത് മാറ്റി അടുത്ത എടുക്കാൻ പറ്റുള്ളൂ, അത് മാറ്റി അടുത്ത എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ്. അതായത് എന്താ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നാണ് നമ്മൾ പറയാം. ആദ്യം കയറി നമുക്ക് അവസാനം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മെമ്മറിയാണ് സ്റ്റാക്ക് മെമ്മറി. ഇപ്പൊ അറിയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു അറയിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പൊ ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുഷും പോപ്പ് മാത്രമേ നൽകാം. അപ്പൊ എന്ത് ചെയ്യാം? പുഷ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം പോപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ പോപ്പ് ചെയ്യുന്ന സംഭവിക്കുക ഏറ്റവും അവസാനത്തെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് വർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ നമ്മൾ ഈ സ്റ്റാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്കിലേക്ക് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാം. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡേറ്റ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റും. അത് എടുത്താലേ അടുത്തെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓരോമായിട്ട് നമ്മൾ എടുത്ത് മാറ്റുക, ആക്സസ് ചെയ്യാൻ എടുത്ത് മാറ്റാം, ഉപയോഗിക്കാം. അതാണ് സ്റ്റാക്ക് മെമ്മറി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇവിടെ V8 engine ഉണ്ട്. അതൊരു പ്രോഗ്രാമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം, ഈ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം. അതിനോടനുബന്ധിച്ച് ഒരു കോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന മെമ്മറി ഉണ്ട്. അടുത്ത് നോക്കിയാൽ ഇതാണ് നമ്മുടെ ലിബ്യൂ. ഓക്കെ, ലിബ്യൂ ഉണ്ട്, അതിന് മെമ്മറി ഉണ്ട്. ഓക്കെ ആണല്ലോ. അത് സ്റ്റാക്ക് അല്ല, അത് അറേ നോടാ. ഓക്കെ, ലിബ്യൂ ഉണ്ട്, മെമ്മറി ഉണ്ട്. ഓക്കെ ആണല്ലോ. ലിബ്യൂ എന്ന് പറയുന്നത് സിയിൽ ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് നോക്കിയിട്ട് അടുത്താണ് ഇവന്റ് ക്യൂ. കണ്ടോ, ഒരു നീല ബോക്സ്. ഓക്കെ, അപ്പോൾ ഇവന്റ് ക്യൂ എന്ന് പറയുന്നത് ഇതും ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യൂ ഇല്ല, ക്യൂ ആയിട്ട് ക്യൂവിൽ ആദ്യം നിൽക്കുന്ന ആദ്യം മൊത്തം, രണ്ടാം നിൽക്കുന്ന പിന്നെ രണ്ടാമതും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് ഡേറ്റ ഇടാം. നമ്മൾ ആദ്യം ഡേറ്റ നമുക്ക് ആദ്യം എടുക്കാം, അത് എടുത്താൽ അടുത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മുടെ സ്റ്റാക്കിന്റെ ഓപ്പോസിറ്റ്, സ്റ്റാക്കിൽ നമുക്ക് ഇടുന്ന ഡേറ്റ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആദ്യം എടുക്കാൻ പറ്റുന്നത്. ഇവിടെ എങ്ങനെയാ? ഇവിടെ തിരിച്ച് ആദ്യം ഇട്ടത് ആദ്യം എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ട്, ഇവന്റ് ലൂപ്പ്. ഇതൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ തന്നെ പറയാം. ഇത്രയും സാധനമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് വരും, സ്റ്റാർട്ടിംഗ് നോട്ട് ജെസ്. ഓക്കെ ആണല്ലോ. അപ്പം ഓരോ ലൈനിലേക്ക് വരുന്നു. ഇത് നമ്മൾ പറയുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഈ ലൈനിലേക്ക് വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡിനെ ആദ്യം എടുത്ത് ഈ സ്റ്റാക്ക് മെമ്മറി ഇടും. ഒരു മെമ്മറി എല്ലാം എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കോഡ് എടുക്കുന്നു, സ്റ്റാക്ക് മെമ്മറി ഇടും. ഇത് നോട്ട് ചെയ്തോളൂ. നോട്ട് എടുത്തിട്ട് സ്റ്റാക്ക് മെമ്മറി മെമ്മറി ഇടും. ഓക്കെ, ഈ സ്റ്റാക്ക് മെമ്മറിയുടെ പ്രത്യേകത, സ്റ്റാക്ക് മെമ്മറിയിൽ എന്തെങ്കിലും ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ V8 engine അതിൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ വരുന്നു, കൺസോൾ ഡോട്ട് ലോഗ് വരുന്നു, നമ്മുടെ ആ സ്റ്റാക്ക് മെമ്മറിയിലേക്ക് വരുന്നു, V8 engine എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കളയും. എക്സിക്യൂട്ട് ചെയ്യാം, മെമ്മറി കളയാം. മെമ്മറിയിലേക്ക് ആഡ് ചെയ്യും, അവിടെ മെമ്മറിയിലേക്ക് വന്നാൽ അതിനെ എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, കളയുന്നു. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. ആദ്യം ഈ ലൈനിലേക്ക് വന്നു, സ്റ്റാക്കിലേക്ക് ആഡ് ആയി, ഔട്ട്പുട്ട് വന്നു, എടുത്ത് കളയുന്നു. കേട്ടോ, നോക്കാം. ഇവിടെ വന്നു, സ്റ്റാക്കിലേക്ക് വന്നു, ഔട്ട്പുട്ട് വന്നു, എടുത്ത് കളയുന്നു. സ്റ്റാക്കിലേക്ക് വന്നാൽ അതിന് എക്സിക്യൂട്ട് എടുത്ത് കളയും. ഓക്കെ ആണല്ലോ. ഇതാണ് സംഭവിക്കുക. ഫസ്റ്റ് ലൈൻ വന്നു, എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, എനിക്ക് ഒന്ന് സ്റ്റാർട്ട് ആവട്ടെ. അടുത്ത ലൈനിലേക്ക് വന്നു, എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് വന്നു. അപ്പോൾ അടുത്ത ലൈനിലേക്ക് വന്നു, സ്റ്റാക്കിലേക്ക് വന്നു. സ്റ്റാക്കിലേക്ക് വന്നപ്പോൾ എന്ത് മനസ്സിലായി? എസിംഗണസ് ആണെന്ന് മനസ്സിലായി. എസിംഗണസ് ആയപ്പോൾ എന്ത് ചെയ്തു? സ്റ്റാക്കിൽ നിന്ന് അതിനെ എടുത്ത് ലിബ്യൂലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് ലിബ്യൂയിൽ അടുത്ത ലൈനിലേക്ക് വന്നു, സ്റ്റാക്കിലേക്ക് വന്നു. അപ്പോൾ ഇത് V8 നോക്കി എസിംഗണസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ലിബ്യൂലേക്ക് പാസ് ചെയ്തു. ലിബ്യൂയിൽ കടന്ന് ഇത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ വരുന്നതുകൊണ്ടാണ് ഇത് പോകുന്നതായിട്ട് വന്നത്. ഇവിടെ വരുന്നു, കിടക്കുന്നു, മൂവ് ചെയ്തു, അവിടെ കിടന്ന് എക്സിക്യൂട്ട് ആകും. ഔട്ട്പുട്ട് ഒന്നുമില്ല, എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ തന്നെ അത് അങ്ങോട്ട് പാസ്സായി. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? അടുത്ത ലൈനിലേക്ക് പോയി. ജാവാസ്ക്രിപ്റ്റ് അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. ഇതിനെടുത്ത് സ്റ്റാക്കിലേക്ക് ഇട്ടു. അപ്പോഴും ലിബ്യൂ കിടന്ന് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തു, സ്റ്റാക്കിലേക്ക് വന്നു, ഔട്ട്പുട്ട് വന്നു. എടുത്ത് കാണുന്നില്ല, ഔട്ട്പുട്ട് വന്നു. അടുത്ത ലൈനിലേക്ക് വന്നു, ഇത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഔട്ട്പുട്ട് വന്നു. ഓക്കെ, ഇത്ര സംഭവിച്ചു. അടുത്ത സ്റ്റെപ്പ് സംഭവിക്കാം. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഇത് എക്സിക്യൂട്ട് ആയി തീർന്ന സമയത്ത് തന്നെ ലിബ്യൂയിൽ റിസൾട്ട് വന്നു. കാരണം ലിബ്യൂ എന്ന് പറഞ്ഞിട്ട് പാരലായിട്ട് എക്സിക്യൂട്ട് ആവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാവണ്ടേ പറഞ്ഞത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ, ഒരു എസിംഗണസ് കോഡ് വന്നപ്പോൾ അതിനെടുത്ത് ലിബ്യൂലേക്ക് പാസ് ചെയ്തു. ആണല്ലോ, ലിബ്യൂലേക്ക് വീണു. അപ്പം ലിബ്യൂ കിടന്ന് എക്സിക്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അടുത്ത ലൈനിലേക്ക് പോയി, അടുത്ത ലൈൻ എക്സിക്യൂട്ട് ആയി. ഏതാണ് ബിഫോർ ക്വയറി റിസൾട്ട് കണ്ടോ, അത് വന്നു. അപ്പോൾ അത് വന്ന സമയത്ത് ഈ ക്ലോസിലേക്ക് കിടന്ന കോഡ് എക്സിക്യൂട്ട് ആയ സമയത്ത് തന്നെ ലിബ്യൂയിൽ റിസൾട്ട് വന്നു. അപ്പോൾ ലിബ്യൂയിൽ കഴിഞ്ഞിട്ട് ഈ ലിബ്യൂ എന്ന് പറഞ്ഞാൽ 19 പാരൽ എക്സിക്യൂട്ട് ആവും. എന്നിട്ട് റിസൾട്ട് വരുന്ന ഓർഡറിൽ അത് ക്യൂവിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ഗുണം വെച്ചാൽ ക്യൂവിൽ ആദ്യം വരുന്ന ആളാണ് ആദ്യം സർവ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 10 ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും റിസൾട്ട് വരുന്ന ക്രമത്തിൽ ക്യൂവിലേക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം 5 5 ക്യൂവിലേക്ക് ആടാം, റിസൾട്ട് വരുന്ന ക്രമത്തിൽ. ഓക്കെ ആണല്ലോ. അങ്ങനെ വന്നു. ആ സമയത്ത് തന്നെ കോഡ് സ്റ്റാക്ക് ഇപ്പോൾ ക്യൂവിലേക്ക് നടപ്പുണ്ട്. ആ സമയത്ത് തന്നെ കോഡ് സ്റ്റാക്ക് എംപ്റ്റി ആക്കി. കാര്യം കോഡ് സ്റ്റാക്ക് ഉള്ള ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തു. ഇതെല്ലാം അറ്റ് എ ടൈം നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിലേക്ക് ഇവിടെ വന്നു. ആ സമയത്ത് തന്നെ കോഡ് സ്റ്റാക്ക് എംപ്റ്റി ആക്കി. ഓക്കെ, ഇനി ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കും, സ്റ്റാക്ക് എംപ്റ്റി ആണോ, സ്റ്റാക്കിൽ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കുക എപ്പോഴും. സ്റ്റാക്കിൽ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും.
അതുകൊണ്ട് സ്റ്റാക്കിൽ കോഡ് ഒന്നും ഇല്ലെങ്കിൽ ഇവന്റ് ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്യണം സ്റ്റാക്കിനകത്ത് കോഡ് സ്റ്റാക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എങ്കിൽ ഇതെന്ത് വെച്ചാൽ ക്യൂവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുത്ത് ഇങ്ങോട്ട് ഇടും. എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇവിടെ DB ക്യൂ നടക്കുന്നത് ഇവിടെ വന്നപ്പോൾ പേര് മാറിയുണ്ട് കോൾ ബാക്ക്. കാര്യം ഇവിടെ വന്ന് ക്യൂ കിടക്കണം. ഇനിയുള്ള ധർമ്മം വെച്ചാൽ ഈ കോൾ ബാക്കിലുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓക്കെ ആണല്ലോ. അതായത് ഞാൻ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു റിസൾട്ട് വന്നാൽ പിന്നെ കോൾ ബാക്ക് കോൾ ചെയ്യും. ഇപ്പോൾ റിസൾട്ട് വന്നു, ഇനിയുള്ള കാര്യം വെച്ചാൽ ആ വന്ന റിസൾട്ടിന് ഇട്ടിട്ട് കോൾ ബാക്കിനെ കോൾ ചെയ്യുന്നില്ല. അപ്പോൾ കോൾ ബാക്ക് വെയിറ്റ് ചെയ്യാം എക്സിക്യൂട്ട് ആവാൻ വേണ്ടി. കാര്യം എന്താ, കോൾ സ്റ്റാക്ക് എംപ്റ്റി ആവണം. അപ്പോൾ കോൾ സ്റ്റാക്ക് എംപ്റ്റി ആയ സമയത്ത് എന്ത് ചെയ്തു, ഈ കോൾ ബാക്ക് നേരെ പിന്നെ എടുത്ത് നമ്മുടെ എങ്ങോട്ട് ഇട്ടു, കോൾ സ്റ്റാക്കിൽ ഇട്ട് ആ എക്സിക്യൂട്ട് നോക്കിയേ V8 5. അപ്പോൾ അവിടെ പിന്നെ സിഗ്നൽസ് ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പാസ് ചെയ്ത് പിന്നെ ഇതിനെ സംഭവിക്കും. സിഗ്നൽസ് കോഡിനെ മാത്രമാണ് ലിബി എക്സിക്യൂട്ട് ചെയ്യുക. റിസൾട്ട് വന്നാൽ പിന്നെ അതിലെ കടന്ന് പോവുക V8 5. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് എക്സിക്യൂട്ട് ആവുന്നത്. മനസ്സിലായോ? എന്ന് നോക്കിയേ 3 കോഡ് ആദ്യമേ എന്ത് ചെയ്യും, ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആവും, കോൾ സ്റ്റാക്കിലേക്ക് ഇടുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, കളയുന്നു ഇല്ലേ. അടുത്തേക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു, എസിഗ്നസ് കോഡാണ്, കോൾ സ്റ്റാക്കിൽ വീഴുന്നു. അപ്പോൾ തന്നെ മനസ്സിലാവുന്നു എസിഗ്നസ് ആണ്, നേരെ ലിബിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ കിടന്ന് എക്സിക്യൂട്ട് ആവുന്നു ഇല്ലേ. അപ്പോൾ തന്നെ അടുത്ത ലൈനിലേക്ക് പോകുന്നു, അടുത്ത ലൈൻ എടുത്തിട്ട് കോൾ സ്റ്റാക്കിൽ ഇടുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേ ലിബിയിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാരലൈറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് റേപ്പ് കോളാവാം ഇല്ലേ. ആ സമയത്ത് തന്നെ അപ്പം ആ സമയത്ത് തന്നെ കോൾ സ്റ്റാക്കിൽ ഉള്ള എക്സിക്യൂഷൻ കഴിഞ്ഞു, അതിന് റിസൾട്ട് വന്നു. എന്ത് ചെയ്യും, കോൾ ബാക്ക് എടുത്ത് കോൾ സ്റ്റാക്ക് ഇടുന്നു, അവിടെ ഫയൽ റീഡിംഗ് ഫയൽ റൈറ്റിംഗ് ഇങ്ങനത്തെ പരിപാടി എല്ലാ സിഗ്നസ് ഓക്കെ. അതായത് ഫയൽ പല സിഗ്നസ് നമുക്ക് കണ്ടു ചെയ്യാം. ഫയൽ റീഡിംഗ് സിഗ്നസ് ചെയ്യാൻ എല്ലാം ചെയ്യാം. വലിയ ഫയൽ വെച്ചാൽ അതിനൊരു സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് സിഗ്നസ് എല്ലാം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഒരു കുറേ ഡേറ്റ ഉള്ള ഫയൽ വെച്ചാൽ റീഡിംഗ് നല്ല ടൈം എടുക്കും. ആ ടൈം വരെ ബ്ലോക്ക് ആയി നിൽക്കില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും, അത് സിഗ്നസ് ഡിഫോൾട്ട് സിഗ്നസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഫയൽ റീഡിംഗ് സിഗ്നസ്ലിയും ചെയ്യാം, അല്ലെങ്കിൽ അല്ല സിഗ്നസ്ലിയും ചെയ്യാം. പക്ഷേ നമ്മൾ സിഗ്നസ്ലിയും ചെയ്യാറില്ല. വേറെ സിഗ്നസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യണം നമ്മുടെ ആ ഒരു കോഡിന്റെ എഫിഷ്യൻസി. കാര്യം അത് റീഡ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല. താഴെ ഒരു കോഡ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കോഡ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സിഗ്നസ്ലിയാണ് ചെയ്യാം. ഫയൽ റീഡിങ്ങിന്റെ ചെയ്യും ആ കോഡ് ആരെങ്കിലും ചെയ്യാം, ലിബി ആയിരിക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഫയൽ റീഡ് കോഡ് ഇട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ കോഡ് എക്സിക്യൂട്ട് ആവുമല്ലോ, കോൾ ബാക്കിലേക്ക് വരുന്നു, എങ്ങോട്ട് പാസ് ചെയ്യും, ലിബിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ലിബിയിലേക്ക് ആ സാധനം പാസ് ആയി. ഫയൽ ആക്ച്വലി റീഡ് ചെയ്യുന്ന അറിയാം, OS ആണ് റീഡ് ചെയ്യുക. OS റീഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ആണ് പാസ് ചെയ്യുക. അപ്പോൾ ഈ ലിബി കിടന്ന് എക്സിക്യൂട്ട് ആകാൻ സ്റ്റാർട്ട് ആവും. അപ്പോൾ ലിബി എന്ത് ചെയ്യും, നമ്മുടെ OS-ഓട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഫയൽ റീഡ് ചെയ്താണെന്ന് പറയും. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ബാക്കിയുള്ള കോഡൊക്കെ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതോടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു OS എപ്പോഴാണ് റീഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട് തരുന്നത്, ആ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ലിബിയിൽ റിസൾട്ട് വരും. ആ വന്ന റിസൾട്ട് എടുത്ത് നമ്മൾ ഇവിടെ ഇവന്റ് ഇടും, എന്നിട്ട് അവിടെ എക്സിക്യൂട്ട് ആവും. മനസ്സിലായോ? ഇതാണ് സംഭവിക്കുക. പിന്നെ അടുത്താണ് എന്ത്, API കോഡിംഗ്. ഓക്കെ ആണല്ലോ. API കോഡിംഗ് എന്താ, അതും സിഗ്നൽസ് ആണ്. നമ്മുടെ ബാക്കിൽ നമ്മൾ ഡാറ്റ എടുക്കുന്നില്ല, നമ്മൾ ചെയ്തല്ലേ. കാര്യം അതും നമ്മൾ ഇന്റർനെറ്റ് വഴിയാണ് ചെയ്യാം ഇല്ല. അപ്പോൾ ഇന്റർനെറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഇത്ര ടൈം എടുക്കും അറിയാൻ പറ്റില്ല. കാര്യം അത് ഇന്റർനെറ്റ് സ്പീഡ് അനുസരിച്ച്. അപ്പോൾ അത് സിഗ്നൽസ് ആണ്. ഓക്കെ, എറർ ഹാൻഡ്ലിംഗ് നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തേ. നമ്മൾ JS കോഡാണ്, അതെ 25 അല്ലേ. ഓക്കെ, ഞാൻ ഈ ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ മുടങ്ങുന്ന വായിച്ചു പോണേ. അപ്പോൾ നാളെ നിങ്ങൾക്ക് 1:30 എക്സാം ഉണ്ട്. 1:30 ക്ലാസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഫയൽ എടുക്കുന്നത് നിങ്ങൾ എറർ അടിക്കാൻ പ്ലസ് ഈക്വൽ ടു 10/0 ഇത് എറർ അടിയോ? കൺസോൾ കൊടുക്കാം. എറർ അടിക്കുന്നത് ചില ലാംഗ്വേജിലൊക്കെ എറർ അടിക്കും. ഇത് എറർ അടിയോ? ഇല്ല. അപ്പോൾ എറർ ചെയ്യാൻ സുഖം കൊടുക്കാം. ആയിട്ടുള്ളതാണെങ്കിൽ സീറോ ഡിഷൻ തന്നെ വരും. അപ്പോൾ എന്താ അറിയുന്നത്, നമ്മൾ റൺ ചെയ്ത് എക്സിറ്റ് ആവില്ല. ഇവന്റാണ് ഓരോ റിക്വസ്റ്റ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, റെസ്പോൺസ് തരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ പറയാം, അപ്പോൾ ഇത്രയും ഒരു സർവർ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് റൺ സമയത്ത് എന്ത് യൂസർ ഇൻപുട്ട് ആഡ് ചെയ്യണം, അതാണ് നമ്മൾ യൂസ് ആഡിയ സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ട്രിംഗ് ആണ്, അതായത് നമ്പർ ആണ്, യൂസ് ആഡ് ചെയ്ത് A ആണ്. അപ്പോൾ അതിന്റെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ നമ്പറാണ് വേണ്ടത്. ഞാൻ ചുമ്മാ നമ്മൾ യൂസറിനെ വളരെ ചെയ്യുക, ശരി ചുമ്മാ അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തില്ല. നമ്മൾ സർവർ വളരെ റണ്ണിംഗ് ആണ്. അപ്പോൾ യൂസറിന്റെ നമ്മൾ മേടിക്കേണ്ട നമ്പറാണ്. ഓക്കെ ആണല്ലോ. യൂസർ ആഡ് ചെയ്തത് സ്ട്രിംഗ്, എന്നിട്ട് നമ്മളവിടെ വലിയൊരു മാത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു സ്ട്രിംഗ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ ഒരു കോഡിൽ എറർ അടിക്കും ഇല്ലേ. ആ ഒരു കോഡിൽ എറർ അടിച്ചാൽ കംപ്ലീറ്റ്ലി നമ്മുടെ സർവർ എന്താവും, എക്സിറ്റ് ആവും, സ്റ്റോപ്പ് ആവും ഇല്ല. ഇപ്പോൾ സർവർ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എറർ അടിച്ചാൽ മൊത്തം സ്റ്റോപ്പ് ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യും, വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, വലിയ കേസുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവെ എപ്പോഴും എഴുതാറുണ്ട്, എന്തെങ്കിലും എറർ അടിച്ചാൽ കോഡിൽ എന്തെങ്കിലും എറർ അടിച്ചാൽ നമ്മുടെ കോഡ് എക്സിറ്റ് ആയി പോരുത്, പകരം എറർ അടിച്ചു എന്ന് റെസ്പോൺസ് കൊടുക്കുക, ബാക്കി അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും എന്താ, നമ്മളിപ്പോൾ ഇവിടെ നോക്കാം, കൺസോൾ ആപ്പിൾ ഓറഞ്ച് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചോ, ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സമയത്ത് സംഭവിക്കും, ഈ ആപ്പിൾ ഓറഞ്ച് വരുമോ? കാര്യം അടുത്ത ലൈനിലേക്ക് പോകില്ല, പ്രോഗ്രാം എക്സിറ്റ് ആയി ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യം വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് എറർ അടിച്ചാലും അതിന് ഹാൻഡിൽ ആയാൽ മതി, എറർ അടിച്ച് സ്റ്റോപ്പ് ആവില്ല ഇല്ല. അപ്പോൾ എറർ അടിച്ചു എന്ന് റെസ്പോൺസ് കൊടുക്കണം, എന്തെങ്കിലും അങ്ങനെ ബാക്കിയുള്ള എക്സിക്യൂട്ട് ആവാൻ വേണം, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ അങ്ങനെയൊക്കെ വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ എറർ ഹാൻഡ്ലിംഗ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻ്റർ കോഡ് അപ്പോൾ തന്നെ എക്സിറ്റ് ആവും, പിന്നെ നമ്മളായിട്ട് മാനുവലി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എറർ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പം എന്തായിരിക്കും ഔട്ട്പുട്ട്, മാംഗോ വരും, മാംഗോ വന്നു, പിന്നെ എറർ അടിക്കുന്നത് വേറെ ഒന്നും വരില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പൊതുവെ പ്രോഗ്രാം ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റും എറർ അടിക്കാൻ ചാൻസ് ഉള്ള കോഡ് ഏതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം യൂസർ ഇൻപുട്ട് ചെയ്യുന്നത്, ഇവിടെ യൂസർ നമുക്ക് ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് അല്ല വരുന്നെങ്കിൽ എറർ അടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഐഡന്റിഫൈ എറർ അടിക്കുന്ന ചാൻസ് ഉള്ള കോഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അങ്ങനത്തെ കോഡുകളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രൈ ക്യാച്ച് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്.
വേറെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലർക്കും ഉപയോഗിക്കും ട്രൈ ക്യാച്ച് പോലത്തെ. ഓക്കെ, ഒരു ക്യാൻസർ. അപ്പോൾ ഈ ട്രൈ എന്ന് പറയുന്ന ഒരു കോഡ് എഴുതുക, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം, ഇഫ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ. എന്നിട്ട് എറർ അടിക്കാൻ ചാൻസ് ഉള്ള കോഡ് നമ്മൾ ഈ ട്രൈക്കകത്ത് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഈ ട്രൈക്കകത്ത് എഴുതുന്ന കോഡുകളിൽ എവിടെയെങ്കിലും ഒരു എറർ അടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ക്യാച്ച് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. ക്യാച്ച് എന്നിട്ട് ക്യാച്ച് ചെയ്ത് സെൻറ്റൻസ് വയ്ക്കാം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടുക, ഈ കൊടുക്കുക, എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ട്രൈയിൽ എഴുതിയിരിക്കുന്ന കോഡിൽ എവിടെയെങ്കിലും ഒരു എറർ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാച്ച് വർക്കാവും. എന്നിട്ട് ക്യാച്ചിന്റെ ഈ ബ്രാക്കറ്റിൽ എറർ കിട്ടും. നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് ആ എറർ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഇത് കൊടുത്താൽ ആ എറർ കൺസോൾ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഈ കൺസോൾ ചെയ്യില്ല, അതിന് പകരം എറർ ചുമ്മാ എറർ കൺസോൾ ചെയ്യും എന്ന് വെച്ചോ. ഇനി ഞാൻ റൺ ചെയ്യാൻ പോകാം. ഇപ്പം സംഭവിക്കുന്നത് ആദ്യം മാങ്കോ വന്നു, പിന്നെന്താണ് എറർന്ന് കാണിച്ചു, പിന്നെ തോന്നുന്നു ആപ്പിൾ. അപ്പൊ ആ ആപ്പിൾ കുറഞ്ഞ് വരണമെങ്കിൽ എന്താ വരുന്നത്, നമ്മുടെ കോഡ് എവിടെ എക്സിറ്റ് ആയി പോകരുത്. നമ്മുടെ കോഡ് എക്സിറ്റ് ആയില്ല, തീരാതെ നമ്മുടെ കോഡ് ഇവിടെ വന്നു, ട്രൈക്കകത്ത് എഴുതുന്ന കോഡിൽ എറർ അടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പൊ തന്നെ ക്യാച്ചിലേക്ക് വന്നു, ക്യാച്ച് വർക്കായി, ക്യാച്ചുള്ള കൺസോൾ വർക്കായി കഴിഞ്ഞു, അടുത്തതിലേക്ക് പോയി, അടുത്തതിലേക്ക്. അപ്പൊ ഇങ്ങനെ ഇത് ഹാൻഡിലായി കിട്ടും. ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് തന്നെ എറർ അടിച്ച് സ്റ്റോപ്പ് ആയി പോയാൽ. ഇനി ഇതിനകത്ത് നോക്കോ, ഇവിടെ ഞാൻ കിവി എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്താ സംഭവിക്കാൻ നോക്കോ, ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് എന്ത് വന്നില്ല. അതായത് ആദ്യം മാങ്കോ വർക്കായി, ലൈൻ ബൈ ലൈൻ ആണല്ലോ. ഈ ട്രൈ ക്യാച്ചിനകത്ത് ചുമ്മാ കയറും, ഒന്നും നോക്കുന്നില്ല. മാങ്കോ വർക്കായി, അടുത്ത ലൈൻ എന്താ ഗ്രേപ്പ് വർക്കായി, അടുത്ത എയിലേക്ക് വന്നു, എറർ അടിച്ചു. എറർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രൈക്കകത്തുള്ള ബാക്കിയുള്ള കോഡ് വർക്കാവില്ല. ഓക്കെ ആണല്ലോ. ട്രൈക്കകത്തുള്ള അടുത്ത കോഡിലേക്ക് പോലെ പകരം ഇവിടെ എറർ അടിച്ചാൽ അപ്പൊ തന്നെ ക്യാച്ചിലേക്ക് വരും. എന്നിട്ട് ആ എറർ എന്താണ് സംഭവിച്ചത് അത് പ്രിന്റ് ചെയ്യുന്നു, അടുത്ത ലൈനിലേക്ക് പോകും. ഇവിടെ വന്നിട്ട് ഈ കൺസോൾ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യും, ആ എറർ കൺസോൾ ആവും. എക്സിറ്റ് ആയിട്ടില്ല, എറർ ഇത്രയും എററിന്റെ ഒരു പ്രോപ്പർട്ടീസ് അത് കൺസോൾ ആയി. എന്നിട്ട് പിന്നെ ആപ്പിൾ വർക്കായി, ഓറഞ്ച് വർക്കായി. നമുക്ക് ആ എററിന്റെ മെസ്സേജ് മാത്രം കണ്ടാൽ മതി. ഇവിടെ വന്നിട്ട് ഈ ഡോട്ട് മെസ്സേജ് കൊടുത്താൽ റൺ ചെയ്യുകയാണെങ്കിൽ മാംഗോ ഗ്രേപ്പ് ഏസ് നോട്ട് ഡിഫൈൻഡ് ആപ്പിൾ ഓറഞ്ച് കണ്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വെച്ചാൽ ആ എററിന്റെ മെസ്സേജ് ആണ്, എറർ മെസ്സേജ്. ഓക്കെ, പിന്നെ ആപ്പിൾ ഓറഞ്ച് വന്നു. അപ്പം ഇവിടെ എറർ അടിച്ച് കഴിഞ്ഞാൽ സംഭവിച്ചാൽ എറർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രൈക്കകത്തുള്ള ബാക്കിയുള്ള കൂടെ എക്സിക്യൂട്ട് ആവില്ല, പകരം അടുത്ത ക്യാച്ചിലേക്ക് പോയിട്ട് അതാണ് എക്സിക്യൂട്ട് ആവുക. മനസ്സിലായത്? ട്രൈ നോക്കിയത് ട്രൈ ക്യാച്ച്. എന്താ തന്നെ, അതായത് സെറ്റ് ചെയ്യുമ്പോൾ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഇവിടെ തന്നെ അടുത്ത ചെയ്യാം. അല്ലേ, ഓക്കെ. അതായത് സെറ്റ് ടൈം മോഡ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ കൺസോൾ ലോഗ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത ഈ സെറ്റ് ടൈം മോഡിലേക്ക് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം, രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ മീൻസ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ടൈം ഇൻ മില്ലി സെക്കൻഡ്. ഓക്കെ, അതായത് ഞാൻ ഒരു ഫംഗ്ഷൻ ആദ്യം എഴുതാം. കൺസോൾ ഡോട്ട് ലോഗ്. ഈ ഫംഗ്ഷൻ കോൾ സംഭവിക്കാം അതൊക്കെ ഉണ്ടാവും അല്ലേ. ഞാൻ വേണ്ട ഒന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നില്ല, വെറുതെ ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ടൈം ഇൻ മില്ലി സെക്കൻഡ്. ഞാൻ ഇവിടെ വന്നിട്ട് 3000 കൊടുത്താൽ 3 seconds. ഓക്കെ, അതായത് മില്ലി സെക്കൻഡ് പറയുമ്പോൾ 1000 മില്ലി സെക്കൻഡ് ആണ് ഒരു സെക്കൻഡ്. 3000 കൊടുത്താൽ 3 seconds. എന്നിട്ട് ഞാൻ റൺ ചെയ്യുന്നത് 26 സംഭവിച്ചേ അത്രേ ഉള്ളൂ. എന്താ 3 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രിന്റ് ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ആവും. അതായത് സെറ്റ് എമൗണ്ടിലേക്ക് നമ്മൾ ഈ ഫംഗ്ഷനെ പാസ് ചെയ്ത് ടൈം പാസ് ചെയ്താൽ നമ്മൾ പാസ് ചെയ്യുന്ന ടൈം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ആവും. ടൈം കഴിഞ്ഞാൽ കോൾ ആവുള്ളൂ. ഇപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ പ്രിന്റ് ഹലോ കോൾ ചെയ്യും. നമ്മൾ പാസ് ചെയ്യുമ്പോൾ കോൾ ചെയ്യണ്ട, ഫംഗ്ഷൻ പാസ് ചെയ്യാൻ കോൾ ചെയ്യുന്ന സെറ്റ് എമൗണ്ട് നമ്മൾ കൊടുത്ത ടൈം തീരുമ്പോൾ. ഓക്കെ ആണല്ലോ. ട്രൈ നോക്കിയത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെറ്റ് എമൗണ്ട് എന്ത് ചെയ്യുക, ഒരു വേരിയബിളിലേക്ക് കോൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ഈ വേരിയബിളിലേക്ക് സെറ്റ് എമൗണ്ടിന്റെ ഐഡി വരും. ഓക്കെ, ഇങ്ങനെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ വേണ്ട ചെയ്യാം, ക്ലിയർ ഇന്റർവെൽ അല്ല, ക്ലിയർ ടൈം ഔട്ട് കോൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഐഡി പാസ് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യും, ഇത് ഫംഗ്ഷൻ കോൾ ആണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്, ഒന്നും ആവില്ല. ഇവിടെ ഇത് എക്സിക്യൂട്ട് ആവും. ഇത് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഐഡിയിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവുന്ന എപ്പോഴാണ് 3 സെക്കൻഡ് കഴിഞ്ഞുള്ളൂ. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇത് എവിടെയാണ് പോവുക, റിവ്യൂലായിട്ട് വെക്കാം. അപ്പൊ തന്നെ അടുത്ത ലൈനിലേക്ക് വരും. അടുത്ത ലൈനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ക്ലിയർ ടൈം ഔട്ട് കോൾ ആവും വിത്ത് ഈ സെറ്റ് എമൗണ്ട് ഐഡി. അപ്പൊ എന്ത് ചെയ്യും, അത് ക്ലിയർ ആയി പോകും. അതായത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ്. കാര്യം എന്താ, ഇതിനെ നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി അപ്പത്തേക്ക് കിട്ടുന്ന സമയത്ത് തന്നെ ക്ലിയർ ടൈം ഔട്ട് കോൾ ആവും. അപ്പൊ തന്നെ ക്യാൻസൽ ആവും. നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് ബട്ടൺ യൂസ് ചെയ്യാം. അതായത് ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ മറ്റേ ബട്ടൺ വെച്ചിട്ട് ഐഡി കൊടുത്താൽ മതി, ക്ലിയർ ടൈം ഔട്ട് കോൾ ചെയ്താൽ മതി. ചെയ്യില്ല, കാര്യം അപ്പൊ തന്നെ ക്ലിയർ ടൈം ഔട്ട് വർക്കായില്ലേ. മറ്റേ സെറ്റ് ടൈം ഔട്ടിന് എടുത്ത് പാരലൽ ഇടുന്ന സമയത്ത് തന്നെ ക്ലിയർ ടൈം ഔട്ട് വർക്കായി. എടുത്തു കളയും.
ഇല്ല എക്സിക്യൂട്ട് ആവുന്നില്ല, അത് ശരി. അപ്പൊ തന്നെ മനസ്സിലായത്? ശരി, നോക്കാം. എന്താ സംഭവിക്കുന്നത്? ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും ഇതിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ സെറ്റ് ഇൻട്രോവലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ വരുന്ന വ്യത്യാസം നോക്കാം. 2 സെക്കൻഡ്സ് തന്നെയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കുന്നത് നോക്കിയേ? എന്ത് സംഭവിക്കുന്നത്? ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും ഇതിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ 2 സെക്കൻഡ് കോളാവും, പിന്നെ 2 സെക്കൻഡ് കോളാവും, പിന്നെ 2 സെക്കൻഡ് കോളാവും, ഇങ്ങനെ കോൾ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? അതാണ് സെറ്റ് ഇൻട്രോ. ഓക്കെ ആണല്ലോ? മനസ്സിലായത്? ചെയ്ത് നോക്കിയേ. എന്നിട്ട് അതിനുണ്ട് ക്ലിയർ ഇൻട്രോയിൽ. അത് കൂടുതൽ ഒരു ബട്ടൺ വെച്ചിട്ട് ക്ലിയർ ഇൻട്രോയിലൂടെ സെയിം എന്താ ഇതായി ഇതേപോലെ കോൺസ്റ്റ് ഉണ്ടോ? സ്റ്റാർട്ട് ആവുന്നില്ല, അപ്പൊ തന്നെ സ്റ്റോപ്പ് ആയി. കാര്യം അത് സ്റ്റാർട്ട് ആവുന്നത് ലിബിൽ ഇട്ടപ്പോൾ തന്നെ അടുത്ത കേടാം സ്റ്റോപ്പ് ആയി പോയി. അതാണ് ആ ക്ലിയർ ഉണ്ട്. നമ്മളിത് ഇപ്പൊ ഇങ്ങനെ ഇടുന്നുള്ളൂ. കാര്യം നമ്മൾ പൊതുവെ ചെയ്യുന്ന എങ്ങനെയാ, നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം ഇതിപ്പം കാണിക്കാൻ വേണ്ടി സെറ്റ് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ചെയ്യുന്നേക്കാം. ഇതാണെന്ന് വെച്ചോ ഇവിടെ സംഭവിക്കാം. ഇതോട്ട് ഹലോ ഒന്ന് അതിന്റെ കാര്യം എന്താ നോക്കി നമ്മൾ സെക്കൻഡ് കൊടുത്തു. അപ്പൊ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് അങ്ങനെ പറഞ്ഞത് അല്ലേ? അടുത്ത ലൈൻ നോക്കി ഒരു സെറ്റ് ടൈമോട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്തേക്ക് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്തു. ഈ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ നമ്മൾ ക്ലിയർ വിളിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ആർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പാസ് ചെയ്ത ഫംഗ്ഷൻ കോൾ ഫംഗ്ഷനാണ്. അവിടെ ഇങ്ങോട്ട് എന്നിട്ട് അവിടെ 2 സെക്കൻഡ്. അപ്പോൾ ഈ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ക്ലിയർ ഉള്ള കോൾ ആയിട്ട് ഈ സെറ്റിംഗ് ക്യാൻസൽ ആക്കും. അപ്പോൾ ഈ 2 സെക്കൻഡ് വരും, 4 സെക്കൻഡ് അടുത്ത വരില്ല, അപ്പോഴത്തേക്ക് ക്യാൻസൽ ആയി. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമുക്കിങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ സെക്കൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. 1 അടുത്ത സെക്കൻഡ് 2 അടുത്ത സെക്കൻഡ് 3 അങ്ങനെ പോകാം. മനസ്സിലായോ? അതായത് റൺ ചെയ്താൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 1 ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 2 അടുത്ത സെക്കൻഡ് 3 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ശരി. കിട്ടിയോ? മനസ്സിലായി? നിങ്ങൾ ചെയ്യാൻ നോക്കിയേ. അതെ നോക്കിയോ? നമുക്ക് വേണ്ട 1 സെക്കൻഡ് മിനിറ്റ് ഉണ്ടാവും. ഇല്ല, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വരുന്നത് ഞാൻ തൽക്കാലത്തേക്ക് കാണിക്കാം. 1 സെക്കൻഡ് ഇങ്ങനെ സംഭവം നോക്കിയേ. നോക്കിയേ ചെയ്ത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൺസോർട്ട് ഇനി നമ്മൾ നോക്കാം. ഇതുപോലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ട്. ഒക്കെയാണല്ലോ. മൊഡ്യൂൾസ് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഫയൽസ് ഇവിടെ കൂടെയുള്ള സെറ്റ് ഓഫ് ഫയൽസ് നമ്മൾ കുറേ മൊഡ്യൂൾസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇൻബിൽറ്റ് മൊഡ്യൂൾസ് അല്ലേ? അപ്പം നമ്മൾ ഒരുപാട് തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ഉപയോഗിച്ച് എക്സ്പ്രസ് നോട്ട് മോഡ് ഇല്ലേ, കുറേ ഉപയോഗിച്ചില്ലേ? യൂണിക് ഐഡി ഇതെല്ലാം തേർഡ് പാർട്ടി പാക്കേജ് ആണ്. എന്തൊരു നിങ്ങൾക്ക് ഉപയോഗിച്ചില്ലേ ഐഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി? ഇല്ലേ എനിക്ക് ഓർമ്മയില്ല. അത് പറയാം, നിങ്ങൾ പറയാം ഏതാ ഏതായിരുന്നു നമ്മൾ ഉപയോഗിച്ചോ? നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിച്ചത് പിന്നെ അതായിട്ട് മൊമെന്റ് ഉപയോഗിച്ചില്ലേ ടൈം ഡേറ്റ് അങ്ങനെ അതിൽ തേർഡ് പാർട്ടി നമ്മൾ എഴുതുന്നില്ല. നമ്മൾ ഫോട്ടോ ഫോട്ടോ എന്ന് പറയുന്ന പാക്കേജ് ആ പാക്കേജ് ഒരുപാട് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇൻബിൽറ്റ് മൊഡ്യൂൾസ് പറയുന്നുള്ളൂ. അത് ആക്ച്വലി പാക്കേജ് ആണ്. അതിനെ തേർഡ് പാർട്ടി ആവുമ്പോഴാണ് പാക്കേജ് ഉള്ളത് അറിയാം. ഓക്കെ അല്ല, ഇവിടെ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന കുറച്ച് പാക്കേജ് ഉണ്ട്. അതിനകത്ത് ഓൾറെഡി ഉള്ളതുണ്ട്. നോഡ് അവർ തന്നെ എഴുതിയേക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. ഓക്കെ അല്ല, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാൾ ചെയ്യേണ്ട, പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കൺസോൾട്ട് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്തോ? ഒന്നും ഇമ്പോർട്ട് ചെയ്തില്ല, അത് വെച്ചുമ്പോൾ ഡയറക്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇൻബിൽറ്റ് മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻബിൽറ്റ് മൊഡ്യൂൾസ് ഇതിനകത്തുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഇല്ല, ഒരു 10 താഴെ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് എന്ത്? FS മൊഡ്യൂൾ, ഫയൽ സിസ്റ്റം മൊഡ്യൂൾ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഒന്ന് വായിച്ചു നോക്കിയത്. അയ്യോ, അപ്പോൾ എന്താ FS മൊഡ്യൂൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫയൽ ഓപ്പറേഷൻസ് ആണ്. ഫയൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫയൽ റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഈ FS മൊഡ്യൂൾസ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ നോക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യമേ എഫ് എസ് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സിസ്റ്റം ആണ്. നമ്മൾ റിക്കവറി വേണ്ടി ചെയ്യണം കോൺസ്റ്റ് എഫ് എസ് ഈക്വൽ ടു നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓർമ്മയുണ്ടോ? നമ്മൾ ഇങ്ങനെ റിക്കവറി ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മൾ ആദ്യം പഠിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇമ്പോർട്ട് എഫ് എസ് ഫ്രം എഫ് എസ് നമ്മൾ കോൺസ്റ്റ് എഫ് എസ് ഈക്വൽ ടു റിക്കവർ എഫ് എസ് അല്ല സമയത്ത് ലോഡാഷ് ഈക്വൽ ടു റിക്കവർ ലോഡാഷ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതെ ഇതൊക്കെ നിങ്ങൾ ചെയ്തേ നോക്കി നിങ്ങൾ കണ്ടോ? നോക്കി അതായത് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തേ. നമ്മൾ ഇമ്പോർട്ട് നമ്മൾ റിയാക്ട് ഫുൾ ചെയ്താൽ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് സപ്പോർട്ട് ചെയ്യും. ഒന്ന് കോമൺ കേസ്, ഒന്ന് ഈസ്റ്റ് മോഡ് സിസ്റ്റം. നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് മോഡ് സിസ്റ്റം. അതാണ് നമ്മൾ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് ഇല്ലേ, ഇമ്പോർട്ട് കമ്പൗണ്ട് ഫ്രം ആ കമ്പൗണ്ട് ഫോർ എന്ന് പറഞ്ഞിട്ട് അതേ സിന്റാക്സിൽ പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിക്കവർ. കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു റിക്കവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫയൽ പാത്ത് കൊടുത്താൽ ഈ ഫയലിൽ നിന്ന് എന്താണോ ഡിഫോൾട്ട് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ എന്താ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് സമ്മാണ്. ഇവിടുത്തെ എക്സ്പോർട്ടും ഇതല്ല ഓർമ്മയില്ലേ? എക്സ്പോർട്സ് ഈക്വൽ ടു സം എന്ന് കൊടുത്താൽ ഈ ഫയലിൽ നിന്ന് സം എന്ന് പറയുന്ന വേരിയബിൾ ഉള്ള എന്താണോ അത് ഇവിടുന്ന് ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇനി വരെ നമ്മൾ ഫ്രണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? എക്സ്പോർട്ട് ഡിഫോൾട്ട് സം അല്ലേ? ഇതിന് പകരമാണ് ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ട്. പിന്നെ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത്? കോൺസ്റ്റ് ഒരു വേരിയബിളിലേക്ക് നമ്മൾ അവിടെ എങ്ങനെ ചെയ്യുന്നത്? ഇമ്പോർട്ട് ആപ്പിൾ സം ഡോട്ട് ഡോട്ട് സ്ലാഷ് abc/22. ഇതിന് പകരം നമ്മൾ ഇവിടെ ചെയ്തത് ഇങ്ങനെയാണ്. കോൺസ്റ്റ് ഒരു വേരിയബിൾ വെക്കുക, റിക്കവർ പാത്ത് കൊടുത്താൽ ഇവിടെ എന്താണോ ഡിഫോൾട്ട് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അത് ഈ വേരിയബിളിലേക്ക് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതേ പരിപാടിയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ 27 പുതിയ ഫയൽ modules dot js. അപ്പം ഈ ഫയൽ നമ്മൾ ഫയൽ ഓപ്ഷൻ നടത്തുമ്പോൾ ഈ ഫയൽ ഓപ്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആദ്യമേ അതിന്റെ പാക്കേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് എഫ് എസ് എന്ന് പറയുന്ന പാക്കേജ്. നമ്മൾ നേരത്തെ ചെയ്യുന്നത് എന്താ? ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് അല്ല, പകരം ആദ്യം വേരിയബിൾ എടുക്കാം. നമ്മൾ ഇഷ്ടമുള്ള വേരിയബിൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കും. ഈക്വൽ ടു റിക്വയർ നമ്മുടെ പാക്കേജിലേക്കുള്ള പാത്ത്. അപ്പം നമ്മൾ നോർമൽ വഴി നമ്മൾ തേർഡ് പാർട്ടി പാക്കേജിൽ നമ്മൾ പാത്ത് കൊടുക്കാറുണ്ടോ? പേര് മാത്രമേ കൊടുക്കാറുള്ളൂ ഇല്ലേ? ഇപ്പം ഇമ്പോർട്ടിൽ ലോഡാഷ് ഇത്രേ ഉള്ളൂ, ഇത് പാത്തില്ല എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് മൊഡ്യൂൾസിന് പാത്ത് വേണ്ട, പേര് മാത്രം മതി. അങ്ങനെ കൊടുത്താൽ ഈ എഫ് എസ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ എന്താണോ ഡിഫോൾട്ട് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അത് എഫ് എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരും. അതായത് ഇതിന് പകരം ഇമ്പോർട്ട് എഫ് എസ് ഫ്രം ഇതിന് പകരമാണ് ഇത്. ഓക്കെ ആണല്ലോ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്മൾ ഒരു ഫയൽ നമുക്ക് ഫയൽ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഫയൽ എഴുതാൻ പോകണം. abc.txt ഒരു ഫയൽ വരും. ഓക്കെ ആണല്ലോ? ഈ ഫയൽ ടെക്സ്റ്റ് ഫയൽ ഏത് ഫയലാണ് വരുന്നത്? അപ്പോൾ ഒരു ഫയൽ നമ്മുടെ ഉദ്ദേശം ഈ ഫയൽ റീഡ് ചെയ്യാം, ഡേറ്റ എടുക്കാം. ഓക്കെ ആണല്ലോ? വേണ്ട. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു പാക്കേജ് ആണ് എഫ് എസ്. ഇത് റിപ്പയർ മനസ്സിലാക്കുക. ആ പാക്കേജ് ഇവിടെ കൊണ്ടുവരുന്നു. നമ്മൾ എഫ് എസ് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റ് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യാൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പം റീഡ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് റീഫൈൽ. അത് എഫ് എസ് ആണ്. അതാണ് നമ്മൾ എഫ് എസ് ഇമ്പോർട്ട് ചെയ്ത് എഫ് എസ് ഡോട്ട് റീഫൈൽ. ഓക്കെ ആണല്ലോ? നമ്മൾ റീഫൈൽ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഈ ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സ്, 3 ആർഗ്യുമെന്റ്സ്, പാസിംഗ് ആർഗ്യുമെന്റ്സ് ആണ്. 3 ആർഗ്യുമെന്റ്സ്. ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്താ? റീഡ് ചെയ്യുന്ന ഫയലിന്റെ പേര്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എൻകോഡിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ പണ്ട് ഈ ആസ്കി ക്യാരക്ടർ അത് കേട്ടിട്ടുണ്ട് നിങ്ങൾ സമയത്തുള്ളത്. ഓരോ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ABC അല്ലെങ്കിൽ ഒരു ഇമോജി ആയിക്കോട്ടെ, ഒരു എന്തെങ്കിലും ഒരു എന്താ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ടെക്സ്റ്റ് ഒക്കെ ആയിക്കോട്ടെ, അത് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഈ എൻകോഡിംഗ്. ഇപ്പം ചില കമ്പ്യൂട്ടറിൽ 100001 ആയിരിക്കും A, ചില സിസ്റ്റത്തിലല്ല, ചില സിസ്റ്റത്തിൽ 00110 അത് അവരുടെ ഒരു ഫോർമേഷൻ. ഒക്കെ ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഇപ്പോൾ UTF-8 ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഏത് കമ്പ്യൂട്ടറിൽ UTF-8 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 0100 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സെൻഡ് ചെയ്താൽ ആ കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചില ഇമോജികൾ വേറെ ഫോണിൽ സെൻഡ് ചെയ്യുന്ന ബോക്സ് പോലെ പറഞ്ഞത് പറഞ്ഞത് ചില അത് സപ്പോർട്ട് ആവില്ല. അപ്പോൾ അവിടുത്തെ റെപ്രസെന്റേഷൻ രീതി വേറെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചില ബോക്സ് കാണിക്കും, കൃത്യമായിട്ടുള്ള ഇമോജി കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് എൻകോഡിംഗ്. നമ്മൾ ഏത് രീതിയിൽ റീഡ് എടുക്കണം, ഏത് എൻകോഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന UTF-8 മൂന്നാമത്തെ കോഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മൾ ഈ ഫയൽ കൊടുത്തു എന്ന് നമ്മൾ ഈ എൻകോഡിംഗ് റീഡ് ചെയ്യാം. അപ്പം ഫയൽ റീഡിംഗ് എന്താണ്? എസിൻക്രണസ് ആണ്. നമ്മൾ അസിൻക്രണസ് ഒന്നും ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. നമ്മളായിട്ടും ചെയ്യണ്ട. നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ആർഗ്യുമെന്റ് ഫംഗ്ഷൻ പാസ് ചെയ്താൽ എപ്പോഴാണോ റീഡ് ചെയ്ത് തീരുന്നത് അപ്പം എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യും? 2 ആർഗ്യുമെന്റ്സ് എടുത്ത് കൊടുക്കും. അതായത് നമ്മൾ ഫയൽ റീഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പാസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷന് 2 ആർഗ്യുമെന്റ്സ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഫംഗ്ഷൻ കോൾ ആവുന്ന സമയത്ത് 2 ആർഗ്യുമെന്റ്സ് ഇവിടെ പാസ് ആവും. ഒന്നാമത്തെ ആർഗ്യുമെന്റ് എറർ പാസ് ആവും, രണ്ടാമത്തെ ആർഗ്യുമെന്റ് റീഡ് ചെയ്ത ഡാറ്റ, എന്നിട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെന്റ് എറർ അടിക്കുന്ന വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ ഇല്ലെങ്കിൽ അതിനകത്ത് വരാൻ പോകുന്ന നല്ലതായിരിക്കും. എപ്പോൾ ഈ ഓർഡറിലെ വരത്തുള്ളൂ. ഓക്കെ, എന്ത് എറർ വെച്ചാൽ അതിനകത്ത് ഉണ്ടാവും. ആ സമയത്ത് ഡാറ്റ അൺഡിഫൈൻഡ് ആയിരിക്കും. ഇയാളോ എറർ ഇല്ലെങ്കിൽ എറർ നല്ലതായിരിക്കും, ഡാറ്റയ്ക്കകത്ത് റീഡ് ചെയ്ത ഡാറ്റ കാണും. ഇപ്പോൾ ടൈം നോക്കാം. റീഡ് ഫയൽ റീഡ് ഫയൽ സിങ്ക് ഉണ്ടോ? ഈ സിംഗിൾസ് റീഡ് ചെയ്യാൻ അവർക്ക് റീഡ് ഫയൽ കൊടുത്തു. നമുക്ക് ഫയലിന്റെ നെയിം കൊടുക്കാം, എന്താ? abc.txt. സെയിം ഫോൾഡറിലാണ് ഇന്നത്തെ പേര് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് // അത് കൊടുക്കാം. ഓക്കെ, കോമ അടുത്തത് എൻകോഡിംഗ് UTF-8. ഇത് ഈ ഓർഡറിന് കൊടുക്കണം. പാരാമീറ്റർ മൂന്നാമത്തെ പാരാമീറ്റർ ഒരു ഫംഗ്ഷൻ.
ഇത് റീഡ് ചെയ്തെങ്കിൽ ഫംഗ്ഷൻ കോളാം ഫംഗ്ഷനിലേക്ക് എററും പാസ്സാവും ഡേറ്റും പാസ്സാവും എപ്പോഴും ആദ്യം പാസ്സാവും എറായിരിക്കും രണ്ടാമതല്ല എറർ ഇല്ലെങ്കിൽ അത് നല്ലായിരിക്കും പക്ഷേ എന്നാലും എററിന് വേണ്ടിയുള്ള വേരിയബിൾ ആക്കിയത് എററിന് വേണ്ടിയുള്ള വേരിയബിൾ ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ നോട്ട് ഓക്കെ ആണല്ലോ നീ റൺ ചെയ്യാൻ പോവാം നോഡ് 27 എന്താണെന്ന് നോക്കിയേ ആപ്പിൾ ഓറഞ്ച് മാംഗോ അതായത് നമ്മളിങ്ങനെ ഒട്ടുപത്തിൽ എക്സിക്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു ലിബിയിലേക്ക് പോയി എക്സിക്യൂട്ട് ആവുന്ന ആ സമയത്ത് എപ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഈ ഫംഗ്ഷൻ റിസൾട്ട് പോകണം നമ്മളത് റീഡ് ചെയ്തത് ആപ്പിൾ ഓറഞ്ച് മാംഗോ ആണ് നമുക്ക് അത് അതുപോലെ കിട്ടി അപ്പോൾ ഇവിടെ ഞങ്ങളുണ്ട് കൺസോൾ ഡോട്ട് ലോഗ് സ്റ്റാർട്ട്